നവീൻ ബാബുവിന്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ പല റിപ്പോർട്ടുകളുമാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കേൾക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും കുടുംബത്തിനുണ്ടാവാം. അതുകൊണ്ട് അവർക്ക് ഏത് നീതിന്യായ പീഠത്തെയും സമീപിക്കാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ആ കുടുംബത്തിനുണ്ട്. എന്നാൽ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വളരെ വിശദമായി ഗഹനമായി പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേരള പോലീസ് വളരെ മികച്ച നിലയിൽ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് ആണ് കേരളത്തിലേത്. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനമുള്ള ഇന്ത്യ രാജ്യത്തെ ഏക സ്റ്റേറ്റ് ആണ്. ഏക സ്റ്റേറ്റ് അല്ല, ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് കഴിഞ്ഞ 7 വർഷക്കാലമായി. അപ്പൊ അത്തരത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന് ഹൈക്കോടതി അതിന്റെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ വഹിക്കണം എന്ന് പറഞ്ഞതിനകത്ത് അസ്വാഭാവികത ഒന്നും തന്നെയില്ല. കാരണം ഈ കേസിന്റെ പ്രാധാന്യം, ഈ കേസിലുണ്ടായിരിക്കുന്ന വാർത്താ പ്രാധാന്യം അടക്കം, അതുപോലെ തന്നെ ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ച സംഭവമാണ് കേരളത്തിൽ. അതിന്റെ എല്ലാം വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഈ കേസ് 100%, 101% കുറ്റമറ്റ രൂപത്തിൽ പോകണം എന്ന് ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് DIGയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിന്റെ മേൽനോട്ടം പൂർണ്ണമായി വഹിക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ മറച്ചു വെക്കാൻ ഗവൺമെന്റിനില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അത് തെളിയിക്കപ്പെട്ട കഴിഞ്ഞ കാര്യമാണ്. എത്ര ഉന്നതമായ നേതൃത്വമാണെങ്കിലും കർശന നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ നടപടിയാണ് 1ാം റൗണ്ടിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കേസിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തോടൊപ്പമാണ് CPM. ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ CPM ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. ഈ CBI അന്വേഷണം വേണ്ട, കേരള പോലീസ് അന്വേഷണം മികച്ച രീതിയിലാണെന്ന് സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കും കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ടൈമില്ലാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ CBIയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞ കാര്യം കുടുംബത്തോടൊപ്പമാണെന്ന് കുടുംബം മനസ്സിലാക്കിയിട്ടില്ല. കുടുംബത്തെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും ആ കുടുംബത്തിന്റെ മുമ്പിൽ വരുന്നത്. അത് സ്വാഭാവികമായും അന്വേഷണാത്മകമായ റിപ്പോർട്ടിംഗ് ആവാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാവാം. അതെല്ലാം പല സംശയങ്ങളും ആ കുടുംബത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും എന്തെങ്കിലും ഒരു സംശയം അവരുടെ മനസ്സിൽ കടന്നുകൂടുക സ്വാഭാവികമാണ്. അതായി മാത്രം അതിനെ കണ്ടാൽ മതി. അതല്ലാതെ പാർട്ടിയിൽ വിശ്വാസമില്ലായ്മയോ ഉണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തമായ വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്നാണ്. അത് പറയാനുള്ള എല്ലാ അവകാശവും മഞ്ജുഷയ്ക്കുണ്ട്. അത് ഞങ്ങളാരും നിഷേധിക്കുന്നില്ല, അതിൽ ഇടപെടുന്നില്ല, അതിൽ കൈകടത്തുന്നില്ല. സ്വതന്ത്രമായ ഏത് തീരുമാനമെടുക്കാനുള്ള എല്ലാ ജനാധിപത്യ അവകാശവും ആ കുടുംബത്തിനുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടും അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്ന നിലപാടിലേക്ക് ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ്. SITയുടെ കാര്യം പറയുന്നുണ്ട്. SIT അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ രാഷ്ട്രീയ കൂടാതെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും പോയില്ല. അപ്പൊ അതുകൂടി അന്വേഷിക്കണമെന്ന് പാർട്ടി താല്പര്യപ്പെടുന്നില്ല. കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയോടെ കുറച്ചുകൂടി കാര്യമായി SIT അന്വേഷിക്കണം. കോടതി ഏത് വിഷയം പറഞ്ഞാലും അത് ഗവൺമെന്റ് പൂർണ്ണമായും അംഗീകരിക്കും. അതിനകത്തൊരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല. ഞങ്ങൾ കോടതിയെ അംഗീകരിക്കുന്നവരാണ്, കോടതിയെ ബഹുമാനിക്കുന്നവരാണ്.
അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവിശ്വസിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ചകളോ തെറ്റുകളോ അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയുള്ള സംഭവങ്ങളോ വന്നാൽ അന്ന് നമുക്ക് വേണമെങ്കിൽ പോലീസിനെ നമുക്ക് കുറ്റപ്പെടുത്താം, അന്ന് വേണമെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അന്വേഷണം വളരെ കുറ്റമറ്റ രൂപത്തിൽ പോകുന്നു എന്നുള്ളത് പ്രത്യേക അഭിനന്ദനാർഹം തന്നെയാണ് എന്നാണ് കോടതിയുടെ വിധിയുടെ കൂടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും. എല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലേ, രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാ കാര്യങ്ങളും? സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം നമുക്ക് ഏത് വിഷയങ്ങളും ഇതിനോടൊപ്പം ഉള്ളത് അന്വേഷിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണല്ലോ, പോലീസ് സന്നദ്ധമാണല്ലോ, ആഭ്യന്തര വകുപ്പ് സന്നദ്ധമാണല്ലോ. ഇതൊന്നും തർക്കമുള്ള പ്രശ്നങ്ങളൊന്നുമല്ല.